പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, നമ്മളൊക്കെ മിഅ്റാജ് നോമ്പിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മിഅ്റാജ് നോമ്പിനെ കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയുടെ അർത്ഥം നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മളെ ജീവിതത്തിൽ നിന്ന് ഈ പ്രാർത്ഥന നമ്മൾ ഒഴിവാക്കുകയില്ല എന്നുള്ളതാണ്. അത്രയും ഇമ്പോർട്ടന്റ് ആയ, നമ്മളെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന, സർവ്വ പ്രയാസങ്ങൾക്കും പരിഹാരമായ ഒരു പ്രാർത്ഥനയാണ്. ഏതാണ് ആ പ്രാർത്ഥന? അതിന്റെ അർത്ഥം എന്താണെന്നും വിശദമായി പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങൾ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രയാസങ്ങൾ അകറ്റിത്തരട്ടെ, നമ്മളെ കഷ്ടപ്പാടുകൾ അകറ്റിത്തരട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവർക്കും റാഹത്തല്ലേ? എങ്കിൽ എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ആ അൽഹംദുലില്ലാഹ് കമന്റിലൊന്ന് എഴുതി വിടൂ. ആർക്കൊക്കെ സന്തോഷമുണ്ടെന്ന് ഞാനൊന്ന് മനസ്സിലാക്കട്ടെ. ആരൊക്കെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു എന്ന് ഞാനൊന്ന് മനസ്സിലാക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ മിഅ്റാജ് നോമ്പിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മിഅ്റാജ് നോമ്പ് നമ്മൾക്ക് വർഷത്തിൽ ഒരിക്കൽ ലഭിക്കുന്ന മഹാസൗഭാഗ്യമാണ്. അതുകൊണ്ട് മിഅ്റാജ് നോമ്പിനെ ആരും ഒഴിവാക്കരുത്. എല്ലാവരും മിഅ്റാജ് നോമ്പ് എടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വർഷത്തെ മിഅ്റാജ് നോമ്പ് എന്താണ്? ഈ വർഷത്തെ മിഅ്റാജ് രാവ് എന്നാണ് എന്ന് പല ആളുകൾക്കും സംശയം ഉണ്ടാവും. ഈ വർഷത്തെ മിഅ്റാജ് രാവ് 16-ാം തീയതി രാത്രിയാണ്. അഥവാ ഈ വെള്ളിയാഴ്ച രാത്രി മിഅ്റാജിന്റെ രാവാണ്. 17-ാം തീയതി ശനിയാഴ്ച മിഅ്റാജ് നോമ്പ് അനുഷ്ഠിക്കണം. കഴിയുന്ന ആളുകളൊക്കെ കഴിവിന്റെ പരമാവധി നോമ്പ് അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മിഅ്റാജ് നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഒട്ടനവധി പ്രതിഫലങ്ങള്, ഒട്ടനവധി അനുഗ്രഹങ്ങള് അള്ളാഹു നമ്മൾക്ക് നൽകുമെന്ന് മഹാന്മാര് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ സാമ യൗമ സബീം വഇശ്രീന മിൻ റജബ്. ഒരാള് റജബ് 27-ന്റെ നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, അഥവാ ഒരാള് മിഅ്റാജ് നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, കതബല്ലാഹു ലഹു സിയാമ 60 ശഹ്റാ. 60 മാസത്തെ നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലം ഒരൊറ്റ നോമ്പ് കൊണ്ട് അള്ളാഹു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ വരുന്ന ശനിയാഴ്ച മിഅ്റാജിന്റെ നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മൾക്ക് നൽകുന്നത് 60 മാസം നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലമാണ്. ആ പ്രതിഫലം എന്തിനാണ് പ്രിയമുള്ളവരെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ആരോഗ്യമുള്ള ആളുകൾ, കഴിയുന്ന ആളുകളൊക്കെ നോമ്പ് അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഉസ്താദേ, ഞങ്ങൾക്ക് അസുഖമാണ്, വയസ്സായിട്ടുണ്ട്, വാർദ്ധക്യം എത്തിയിട്ടുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യുക എന്ന് പല ഉമ്മമാർക്കും പല സഹോദരിമാർക്കും സംശയം ഉണ്ടാകും. അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കാൻ പ്രയാസമുള്ള ആളുകൾ മനസ്സിൽ ആഗ്രഹിക്കുക, എനിക്ക് ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ശുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു എന്ന് മനസ്സിൽ ആഗ്രഹിക്കാലോ. അങ്ങനെ ആഗ്രഹിച്ചാലും നമ്മൾക്ക് അള്ളാഹു പ്രതിഫലം നൽകും. കാരണം നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അള്ളാഹു എല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ 60 മാസത്തെ പ്രതിഫലം ഒരൊറ്റ നോമ്പ് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുകയാണ്. മാത്രമല്ല മഹാന്മാര് പറയുന്നുണ്ട്, സവാബുൻ അലീമുൻ, മഹത്തായ കൂലി, മഹത്തായ പ്രതിഫലം അള്ളാഹു നൽകും. അത് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. അത്രത്തോളം പ്രതിഫലം ഒരൊറ്റ നോമ്പ് കൊണ്ട് ഈ വരുന്ന ശനിയാഴ്ച മിഅ്റാജ് നോമ്പ് അനുഷ്ഠിച്ചാൽ അള്ളാഹു നമ്മൾക്ക് നൽകുന്നുണ്ട്. മാത്രമല്ല ഈ മാസത്തെ ബഹുമാനിച്ച പ്രതിഫലം അള്ളാഹു നമ്മൾക്ക് നൽകും. റജബ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് മിഅ്റാജിന്റെ രാവ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പകലാണ് ഈ വരുന്ന ശനിയാഴ്ച, അഥവാ റജബ് 27-ന്റെ ദിവസം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഈ മാസത്തിനെ ബഹുമാനിച്ച പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ നോമ്പ് കൊണ്ട് നമ്മൾക്ക് നൽകുന്നുണ്ട്. തഖ്ഫീഫുൽ ഖതായ, മറ്റൊരു പ്രതിഫലമാണ് നമ്മളെ പാപങ്ങൾ അല്ലാഹു പൊറുക്കും. ഒരു നോമ്പ് കൊണ്ട് പാപങ്ങൾ പൊറുക്കുക എന്ന് പറയുമ്പോൾ എത്ര വലിയൊരു അനുഗ്രഹമാണ്.
നമ്മൾ ഓരോ ദിവസവും ഈ വർഷം കഴിഞ്ഞ റജബ് മുതൽ ഈ റജബ് വരെ എത്ര തെറ്റുകുറ്റങ്ങളാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെ കണ്ണുകൊണ്ട്, കാലുകൊണ്ട്, ആരോഗ്യം കൊണ്ട്, നമ്മളെ ചിന്ത കൊണ്ട് എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആ പാപങ്ങളൊക്കെ അള്ളാഹു പൊറുക്കാൻ ഈ ഒരൊറ്റ നോമ്പ് കാരണമാണ് എന്ന് മഹാന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല സ്വർഗത്തിൽ റജബ് എന്നെഴുതിയ ഒരു തടാകമുണ്ടെന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ആ തടാകത്തിന്റെ പ്രത്യേകത? പാലിനേക്കാൾ നിറമുള്ളതാണ്, തേനിനേക്കാൾ മധുരമുള്ളതാണ്. ആർക്കാണ് ആ തടാകത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ കഴിയുക? അത് റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിച്ച ആളുകൾക്കാണ്. റജബ് 27 അന്ന് നോമ്പനുഷ്ഠിച്ച ആളുകൾക്കാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഈ ഓഫർ നഷ്ടപ്പെടുത്തരുതേ. ആരോഗ്യമുള്ളവരൊക്കെ നോമ്പനുഷ്ഠിച്ചോ. ഇങ്ങനെ ഒട്ടനവധി പ്രതിഫലങ്ങളും മഹത്വങ്ങളും ഉള്ളതാണ് മീറാജിന്റെ നോമ്പ്. അല്ലാഹുവേ, മീറാജിന്റെ നോമ്പനുഷ്ഠിക്കാൻ ഞങ്ങൾക്ക് ആരോഗ്യം നൽകണേ അല്ലാ, മനസ്സ് നൽകണേ റബ്ബേ. പിശാചിന്റെ ശർറിൽ നിന്ന് ഞങ്ങൾക്ക് കാവല് നൽകണേ അല്ലാ. ഇനി ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ഈ പ്രാർത്ഥന അർത്ഥമറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നമ്മളെ പ്രയാസങ്ങൾ മാറും. ഈ പ്രാർത്ഥനയുടെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാലോ എല്ലാ ദിവസവും നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലുന്നുള്ളതാണ്. ഈ പ്രാർത്ഥന നിങ്ങൾ പെട്ടെന്ന് കാണാതെ പഠിക്കും, എഴുതെടുത്ത് പഠിക്കും എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ പ്രയാസങ്ങൾക്കൊക്കെ ഈ പ്രാർത്ഥനയിൽ പരിഹാരമുണ്ട്. ഈ പ്രാർത്ഥന അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചിരുന്നു എന്ന് ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാം. മുത്തുനബിയുടെ ഹദീസിൽ പറഞ്ഞ ഒരു പ്രാർത്ഥനയാണ്. ഏതാണ് ആ പ്രാർത്ഥന? ആദ്യം ഞാനൊന്ന് ചൊല്ലിക്കേൾപ്പിച്ചു തരാം, അതിന്റെ ശേഷം അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദർകി ശഖാഇ വസൂഇൽ ഖലാഇ. എന്റെ കൂടെ ഒന്ന് പറയൂ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദർകി ശഖാഇ വസൂഇൽ ഖലാഇ വശമാതത്തിൽ അഅദാഇ. ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ അത് പഠിച്ചോ. ഒന്നുകൂടെ ചൊല്ലിത്തരാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദർകി ശഖാഇ വസൂഇൽ ഖലാഇ. ഇതിൽ 3 കാര്യങ്ങളാണ്, പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് പറയുന്നത്. ഈ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. എന്താണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം? അല്ലാഹുമ്മ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ തമ്പുരാനെ, ഇന്നി അഊദു ബിക, നിശ്ചയം ഞാൻ നിന്നോട് കാവല് ചോദിക്കുന്നു. അള്ളാഹിനോട് കാവല് ചോദിക്കാണ്. എന്തിൽ നിന്ന്? മിൻ ജഹദിൽ ബലാഇ, മോശമായ കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, താങ്ങാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകളിൽ നിന്ന്. ഉണ്ടോ? കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും, നമ്മളെ ജീവിതത്തിൽ വരുന്ന താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും നിന്നോട് ഞാൻ കാവല് ചോദിക്കുന്നു അല്ലാ. വദർകി ശഖാഇ, അതോടൊപ്പം റബ്ബേ ദൗർഭാഗ്യത്തിൽ നിന്ന്. ഒരുപാട് ആളുകൾ പറയാറുണ്ടല്ലോ, ഉസ്താദെ ഞങ്ങൾക്ക് ഒരു ഭാഗ്യമല്ല എന്ന്. അപ്പൊ ഭാഗ്യദോഷത്തിൽ നിന്ന്, അതുപോലെ തന്നെ ദൗർഭാഗ്യത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവല് ചോദിക്കുന്നു. പരാജയത്തിൽ നിന്ന്, ജീവിതം പരാജയാണെന്ന് ഒരുപാട് ആളുകൾ പറയാറുണ്ട്. അപ്പൊ ആ ജീവിത പരാജയത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവല് ചോദിക്കുന്നു. നാശനഷ്ടങ്ങളെ തൊട്ട് നിന്നോട് ഞാൻ കാവല് ചോദിക്കുന്നു. അതാണ് വദർകി ശഖാഇ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതുപോലെ നമ്മൾ ചോദിക്കാണ് വസൂഇൽ ഖലാഇ, സങ്കടത്തിൽ നിന്ന് കാവല് ചോദിക്കുന്നു. സങ്കടകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ വരാം, അല്ലെ? അള്ളാഹുവിന്റെ ഒരുപാട് ഖലാഉകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. മോശമായ ഖലാഉകൾ, മോശമായ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിൽ നിന്ന് കാവല് ചോദിക്കുക. ജീവിതത്തിൽ സങ്കടകരമായ കാര്യങ്ങളൊക്കെ വരും. അതിൽ നിന്ന് റബ്ബേ നിന്നോട് ഞാൻ കാവല് ചോദിക്കുന്നു. മക്കളെ ദുസ്വഭാവങ്ങള്, അതുപോലെ ദുസ്വഭാവമുള്ള ഭർത്താക്കന്മാരെ കിട്ടുക, ദുസ്വഭാവമുള്ള ഭാര്യമാരെ കിട്ടുക, അതിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് കാവല് ചോദിക്കുകയാണ്. വസൂഇൽ ഖലാഇ, മോശമായ അള്ളാഹുവിന്റെ വിധികളിൽ നിന്ന് നിന്നോട് ഞങ്ങൾ കാവല് ചോദിക്കുന്നു. അതുപോലെ വശമാതത്തിൽ അഅദാ, നമ്മളെ ശത്രുക്കൾക്ക് ചിരിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മളെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുക, ഇടങ്ങേറുകൾ ഉണ്ടാകുക, പ്രയാസങ്ങൾ ഉണ്ടാകുക. അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് പ്രയാസം വന്നാൽ നമ്മളെ ശത്രുക്കൾ ചിരിക്കും, നമുക്ക് ബുദ്ധിമുട്ട് വന്ന നമ്മളെ ശത്രുക്കൾ ചിരിക്കും. അപ്പൊ നമ്മൾക്ക് ശത്രുക്കൾക്ക് ചിരിക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് കാവല് ചോദിക്കുകയാണ്. വശമാതത്തിൽ അഅദാ. ഈ പറഞ്ഞ 3 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന എല്ലാവരും കാണാതെ പഠിക്കുക.
എഴുതിയെടുക്കുക. സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്ന ആളുകൾ സ്ക്രീൻഷോട്ട് എടുക്കുക. നിസ്കാരത്തിന്റെ ശേഷം ദുആ ചെയ്യുമ്പോൾ ഈ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. തഹജ്ജുദിന് ശേഷം ഈ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. ദുഹാ നിസ്കാരത്തിന്റെ ശേഷം ഈ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. ഞാൻ ഒന്നുകൂടെ ചൊല്ലിത്തരാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദർകിശ് ശഖാഇ വസൂഇൽ ഖലാഇ വശമാതത്തിൽ അഅദാ. അല്ലാഹുവേ, നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു. മിൻ ജഹദിൽ ബലാഇ, മോശമായ കടുത്ത താങ്ങാൻ പറ്റാത്ത പ്രയാസങ്ങളെ തൊട്ട്, വദർകിശ് ശഖാഇ, പരാജയത്തിനെ തൊട്ട്, നാശനഷ്ടങ്ങളെ തൊട്ട്, ദൗർഭാഗ്യത്തിനെ തൊട്ട്, വസൂഇൽ ഖലാഇ, മോശമായ ഞങ്ങളെ വേദനിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന നിന്റെ വിധികളെ തൊട്ട്, വശമാതത്തിൽ അഅദാ, ഞങ്ങളെ ശത്രുക്കൾ ചിരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് വരുന്നതിനെ തൊട്ടും നിന്നോട് കാവൽ ചോദിക്കുന്നു. അതാണ് അതിന്റെ അർത്ഥം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലാം. അല്ലാഹുമ്മ. നിങ്ങൾക്ക് ഇത് പഠിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ആവർത്തിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ചില ആളുകൾ ഇങ്ങനെ നമ്മൾ ദിക്റുകളൊക്കെ സലാത്തുകളൊക്കെ ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ അത് മോശമായ കമന്റുകളൊക്കെ ഇടാറുണ്ട്. ആരും തെറ്റിദ്ധരിക്കണ്ട. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദർകിശ് ശഖാഇ വസൂഇൽ ഖലാഇ വശമാതത്തിൽ അഅദാ. സ്വീകരിക്കണേ റബ്ബേ, കബൂൽ ചെയ്യണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ടും കാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് റജബ് മാസത്തിലും ശഅബാ മാസത്തിലും റമളാ മാസത്തിലൊക്കെ ധാരാളം ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് നൽകണേ റബ്ബേ. റജബ് 27 മിറാജിന്റെ നോമ്പനുഷ്ഠിക്കാനുള്ള ആഫിയത്ത് നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. മനസ്സ് നൽകണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ മുറാദുകളും ഹസിലാക്കണേ അല്ലാ. ഞങ്ങളെ കുടുംബങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ അയൽവാസികളിലും മക്കളിലും കുടുംബത്തില് അതുപോലെ തന്നെ മാതാപിതാക്കള് അതുപോലെ തന്നെ വല്ലുപ്പമാര് ഭക്ഷണം തന്ന ആളുകളുണ്ട്, സ്നേഹിച്ചവര് സഹായിച്ചവര് എല്ലാവരിലും നിന്റെ കാവല് നൽകണേ അല്ലാ. നിന്റെ സഹായം നൽകണേ അല്ലാ. ഈ ക്ലാസ് എന്നും കാണുന്നവരുടെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.